വെൽക്കം ബാക്ക് സെഡ് ഗെയിം അറ്റാച്ച്. ഐഫോൺ ഫാൻസിന് അടിപൊളി ആകർഷകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 2026 തുടക്കത്തിൽ ആപ്പിൾ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന പുതിയ ബേസ് മോഡൽ ഐപാഡും ഐപാഡ് എയറും സംബന്ധിച്ച വലിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ മാറ്റം തന്നെ ബേസ് മോഡലിലും അവർ കൊണ്ടുവന്നു. ഇതുവരെ ഉണ്ടാവാത്തൊരു മാറ്റങ്ങളാണ് ഇതിലുള്ളത്. എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആപ്പിൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ബേസ് ഐപാഡാണ് ഐപാഡ് J681 അല്ലെങ്കിൽ J682 എന്ന മോഡൽ. ഐപാഡ് വരാനിരിക്കുന്ന ഐഫോൺ 17 ഉപയോഗിച്ചിരിക്കുന്ന അതേ ശക്തമായിട്ടുള്ള ആപ്പിൾ A19 ചിപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് വന്നാൽ പെർഫോമൻസിൽ ബെസ്റ്റ് ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഹെവി ഗെയിമിംഗ് സൂപ്പർ സ്മൂത്തിലാണ് വരിക. മൾട്ടി ടാസ്കിംഗ് ലൈറ്റിംഗ് ആൻഡ് ഫാസ്റ്റ് ആയിരിക്കും. ലോങ് ടീം സോഫ്റ്റ്വെയർ സപ്പോർട്ട് സീരീസിനായി മെച്ചപ്പെടുത്തും എന്നാണ് കമ്പനി പറയുന്നത്. പ്രൊഡക്ടിവിറ്റിയായി ആപ്സ് ടർബോ സ്പീഡും ഇതിൽ ഉണ്ടാകും. ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന 7th ജനറേഷൻ ഐപാഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് A14 ചിപ്സെറ്റ് ആണ്. അതേ സ്ഥാനത്ത് നമ്മളുടെ A14 ചിപ്സെറ്റിനെ A19 ചിപ്സെറ്റുമായി ജമ്പ് ചെയ്ത് വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവന്നുകൊണ്ടാണ് 3-4 തലമുറ പവർ ജമ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഈ ഐപാഡിൽ വരാനിരിക്കുന്നത്. അടിപൊളി തകർപ്പൻ സോഫ്റ്റ്വെയറും ആൻഡ് പെർഫോമൻസും നൽകുന്നൊരു ഐപാഡ് ആകാനാണ് ഇത് സാധ്യത. പുതിയ ഐപാഡിൽ ആപ്പിൾ N7 വയർലെസ് ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് പുതിയ വൈഫൈ 7 സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് 5G സ്പീഡ് ഇന്റർനെറ്റ് സ്പീഡിന്റെ ഒരു സ്പീഡ് ലഭിക്കുന്നത് പോലെയാണ് വരുന്നത്. ബെറ്റർ ബ്ലൂടൂത്ത് സപ്പോർട്ടാണ് വരുന്നത്. സ്മാർട്ട് ഹോം ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ത്രെഡ് സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അതായത് സൈസിലോ ബെസൽ ഡിസ്പ്ലേയിലോ ബോഡി ഡിസൈനിലോ ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. വില വളരെ പരിചിതമായ റേഞ്ചിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ലീക്കിൽ റിപ്പോർട്ടുകൾ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബേസ് ഐപാഡിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 34,900 ആയിരിക്കും. ഇത് ഈ പ്രൈസിൽ ലഭിക്കുന്നത് A19 ചിപ്പോട് കൂടി വരുന്ന മോൺസ്റ്റർ ഐപാഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഐപാഡ് എയർ M4 ചിപ്പോട് കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാസ്റ്റീവ് അപ്ഗ്രേഡ് ആണ് ഇതിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ആപ്പിൾ എയറിൽ തന്നെ M4 ചിപ്പാണ് കൊടുക്കാൻ പോകുന്നത് വിവരങ്ങൾ പറയുന്നു. M4 ഐപാഡ് പ്രോ ിൽ മാത്രം ലഭ്യമായി വരുന്ന ചിപ്പാണ്. ഇത് എയറിൽ വന്നാൽ വീഡിയോ എഡിറ്റിംഗ്, സ്റ്റുഡൻസ്, ഗ്രാഫിക്സ് ഡിസൈനിങ്, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിൽ പ്രോ ലെവൽ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഐപാഡ് പ്രോ, അതായത് ന്യൂ ഐപാഡ് എയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. റിലീസ് ഡേറ്റ് വരുന്നത് 2026 തുടക്കത്തിലോ അല്ലെങ്കിൽ ഐഫോൺ മോഡലുകൾ 2026 ഇറങ്ങുന്ന സെപ്റ്റംബറിലോ ആകാനാണ് സാധ്യത. ഇവയെല്ലാം വലിയ മാറ്റങ്ങളോട് കൂടിയാണ് വരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.